ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം വളരെ ശക്തിയോടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ തന്നെ ഇതുമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ യുദ്ധം നടക്കുമ്പോൾ മറുഭാഗത്ത് അവരെക്കാൾ പേടിച്ച് ഭയപ്പെടുന്നത് ഖത്തർ, UAE പോലുള്ള മറ്റ് അറബ് രാജ്യങ്ങളാണ്. ഇതിന്റെ ഒരു കാരണം എന്നത് ലോക സഞ്ചാര ചരക്കുപാതയുടെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് നമ്മുടെ പശ്ചിമേഷ്യയിലൂടെയാണ്. അതായത് ചെങ്കടൽ വഴിയും ഹോർമൂസ് കടലിടുക്ക് വഴിയുമാണ് പ്രധാനമായും കപ്പലുകളിൽ ചരക്കുകൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴികൾ എന്നത്. ഇങ്ങനെ യുദ്ധം ഒരുപക്ഷെ കൂടുകയാണെങ്കിൽ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി കഴിഞ്ഞാൽ അധിക രാജ്യങ്ങളും അവരുടെ വ്യോമപാത അടക്കുകയും ചെയ്യും. ഇതോടെ അധിക രാജ്യങ്ങളിലേക്കുമുള്ള അവശ്യ വസ്തുക്കൾക്കും ഗതാഗതത്തിനും വലിയ രീതിയിൽ തന്നെ ചെലവ് കൂടി വരും. അതുകൂടാതെ വിമാന സർവീസുകളും ഇതോടെ തടസ്സപ്പെട്ടു തുടങ്ങും. അതിലൂടെ ധാരാളം പ്രവാസികളുടെ യാത്രയും പൊതുവെ മുടങ്ങി തുടങ്ങും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഖത്തർ, UAE, സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റൈൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഇറാനെയും ഇസ്രായേലിനെയും ഈ പറഞ്ഞ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്രായേല് ശക്തമായ തിരിച്ചടി തന്നെയാണ് ഇറാന്റെ മേൽ നടത്തിയത്. വളരെ മുതിർന്ന സൈനികരിൽപ്പെട്ട പല ആളുകളെയും കൊലപ്പെടുത്തുകയും അതുപോലെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന ശാസ്ത്രജ്ഞരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇനി ഇതൊന്നും കൂടാതെ തന്നെ ഇറാനിലെ പ്രമുഖ നഗരങ്ങളായിട്ടുള്ള മഷ്ഹദിലും തെഹ്നാനിലുമെല്ലാം ഇസ്രായേൽ ബോംബിടുകയാണ്. എന്നാൽ ഇതിന് പകരമായിട്ട് ഇറാൻ ഇസ്രായേലിന്റെ നേരെ വിട്ടത് വലിയ മിസൈൽ ആക്രമണമാണ്. ഇങ്ങനെയുള്ള ആക്രമണത്തിൽ നിന്നെല്ലാം രണ്ട് രാജ്യങ്ങളിലെയും ധാരാളം ആളുകൾ, സൈനികർ ഇവരെല്ലാം കൊല്ലപ്പെടുകയാണ്. ഇതിനിടെയാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിക്കുമോ എന്ന ആശങ്ക ലോക രാജ്യങ്ങളിൽ പരക്കുന്നത്. കാരണം അമേരിക്കക്ക് പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലും ഖത്തറിലും എന്നിങ്ങനെയുള്ള മറ്റ് അറബ് രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഇറാഖ്, സിറിയ, ജോർദാൻ എന്നിവിടങ്ങളിലും അമേരിക്കക്ക് വലിയ സാന്നിധ്യമുണ്ട്. ഇവിടെ വരുന്ന മറ്റൊരു കാര്യം എന്താണെന്നാൽ ഈ പറഞ്ഞ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം വരുന്നത് ഇറാന്റെ തൊട്ടടുത്ത സ്ഥലങ്ങളിലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്ന ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു ദൂരം എന്നത് 2400 കിലോമീറ്ററോളമാണ്. ഇതിനിടയിൽ ഇസ്രായേലിന്റെയും ഇറാന്റെയും ഇടയിൽ ഇറാഖ്, ജോർദാൻ പോലുള്ള 2-3 രാജ്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട് വിടുന്ന മിസൈലുകളും ബോംബുകളും എല്ലാം ഈ പറഞ്ഞ ഇറാഖും ജോർദാനുമെല്ലാം കടന്നു വേണം ഇസ്രായേലിൽ എത്താനായിട്ട്. അതുപോലെ തന്നെയാണ് നേരെ തിരിച്ചും വരുന്നത്. ഇസ്രായേലിന് ഇതുവരെ യാതൊരു പിന്തുണയും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് പൊതുവെ പറയുന്നത്. ഇനി അഥവാ അമേരിക്ക ഇസ്രായേലിനെ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ അടുത്തുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഇതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെയും ഇസ്രായേലിനെയും തമ്മിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കാനായിട്ട് സൗദി രാജാവിനോട് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെടുന്നത്. വലിയൊരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ അമേരിക്ക തങ്ങളുടെ എംബസി ഉദ്യോഗസ്ഥരെയും മറ്റുള്ളവരെയും ഒക്കെ പശ്ചിമേഷ്യയിൽ നിന്ന് തന്നെ തിരിച്ചു വിളിച്ചിരുന്നു. കൂടാതെ പശ്ചിമേഷ്യയുടെ സാഹചര്യം എപ്പോൾ വേണമെങ്കിലും മാറാൻ സാധ്യത ഉണ്ട് എന്നും അമേരിക്ക സൈനികരോട് പറയുകയാണ്. പശ്ചിമേഷ്യയുടെ 19 സ്ഥലങ്ങളിലായിട്ടാണ് ഏകദേശം 50,000-ഓളം വരുന്ന അമേരിക്കൻ സൈനികർ ഉണ്ട്. അതിൽ തന്നെ ഖത്തറിലെ അൽ ഉദൈദ് എന്ന താവളത്തിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സൈനികരുള്ളത്. ഇവിടെ ഉള്ളത് ഏകദേശം 10,000-ലധികം വരുന്ന സൈനികരാണ്. അതുപോലെ തന്നെ ബഹ്റൈനിലും സൗദി അറേബ്യയിലും കുവൈത്തിലും ഒക്കെയുണ്ട്. ഇനി UAEയുടെ കാര്യമാണെങ്കിൽ അവിടെ അമേരിക്കയുടെ 1-2 യുദ്ധവിമാനങ്ങൾ ഇതിനോടകം തന്നെ തമ്പടിച്ചിട്ടുണ്ട്. ഇനി അഥവാ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ, അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ പോലെ തന്നെ ഈ ഒരു യുദ്ധം നമ്മുടെ ഇന്ത്യയെയും വലിയ രീതിയിൽ തന്നെ ബാധിച്ചു തുടങ്ങും. അപ്പോൾ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.